പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെയും അദ്ദേഹത്തിന്റെ ജനകീയ മുന്നേറ്റങ്ങളെയും ബി.ജെ.പിയും നരേന്ദ്രമോദി സർക്കാരും എത്രത്തോളം ഭയപ്പെടുന്നു എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിൽ ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. രാജ്യത്തെ വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും ശബ്ദമായി രാഹുൽ ഗാന്ധി നയിക്കുന്ന ഛാത്രോൺ കി ഗൂഞ്ച് എന്ന ബഹുജന സമ്പർക്ക പരിപാടിക്ക് അനുമതി നിഷേധിച്ചുകൊണ്ട് മോദി ദാമി സർക്കാരുകൾ ജനാധിപത്യത്തെ വീണ്ടും വെല്ലുവിളിക്കുകയാണ്. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ഒത്തുചേരാനിരിക്കുന്ന ഡെറാഡൂൺ പരേഡ് ഗ്രൗണ്ടിലെ പരിപാടിയാണ് ബി.ജെ.പിയുടെ രാഷ്ട്രീയ വിദ്വേഷം കാരണം തടസ്സപ്പെട്ടിരിക്കുന്നത്. ജൂലൈ 17 നടക്കേണ്ട പരിപാടിക്കായി കൃത്യമായ ഫീസ് അടിച്ച് കോൺഗ്രസ് ഡെറാഡൂൺ മുനിസിപ്പൽ കോർപ്പറേഷനിൽ നിന്നും ജില്ലാ ഭരണകൂടത്തിൽ നിന്നും ഔദ്യോഗിക അനുമതി വാങ്ങിയിരുന്നു. എന്നാൽ രാഹുൽ ഗാന്ധി ഡെറാഡൂണിലെത്തി രാജ്യത്തെ വിഴുങ്ങുന്ന പരീക്ഷാ ക്രമക്കേടുകളെക്കുറിച്ചും ചോദ്യപേപ്പർ ചോർച്ചയെക്കുറിച്ചും സംസാരിക്കാൻ ഒരുങ്ങുന്നു എന്നറിഞ്ഞതോടെ ഭരണകൂടത്തിന് നെഞ്ചിടിപ്പേറി. ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി നേരിട്ടിടപെട്ട് ജില്ലാ ഭരണകൂടത്തിന്മേൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തി ഈ അനുമതി റദ്ദാക്കാൻ കളമൊരുക്കുകയായിരുന്നുവെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ലോക് സംവർദ്ധൻ പർവ് പരേഡ് ഗ്രൗണ്ടിൽ നീട്ടിയെന്ന ബാലിശമായ ന്യായം പറഞ്ഞാണ് അനുമതി നിഷേധിച്ചത്. മാത്രമല്ല, പരിപാടിയുടെ ക്രമീകരണങ്ങൾ തടസ്സപ്പെടുത്തുന്ന വിധത്തിലാണ് ഭരണകൂടം ഇപ്പോൾ പെരുമാറുന്നത്. ഈ ജനാധിപത്യ വിരുദ്ധ നടപടിക്കെതിരെ ഉത്തരാഖണ്ഡ് PCC അധ്യക്ഷൻ ഗണേഷ് ഗോഡിയാലിന്റെ നേതൃത്വത്തിൽ കനത്ത പ്രതിഷേധമാണ് ഉയരുന്നത്. പരേഡ് ഗ്രൗണ്ടിലേക്ക് പ്രവർത്തകരുമായി എത്തി പരിപാടിക്കുള്ള ഒരുക്കങ്ങളുമായി മുന്നോട്ടു പോകാനാണ് കോൺഗ്രസ് തീരുമാനം. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ കീഴിൽ ഇന്ത്യയിലെ വിദ്യാഭ്യാസ മേഖല വലിയ തകർച്ചയിലാണ്. നീറ്റ് പരീക്ഷാ തട്ടിപ്പിലും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി നശിപ്പിച്ചതിലും നരേന്ദ്രമോദി പുലർത്തുന്ന നിഗൂഢമായ മൗനത്തെയാണ് രാഹുൽ ഗാന്ധി ചോദ്യം ചെയ്യുന്നത്. യുവാക്കൾ തങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന് ഭരണകൂടത്തിന് നന്നായി അറിയാം. അതുകൊണ്ടാണ് ഡെറാഡൂണിലെ പരേഡ് ഗ്രൗണ്ട് പോലൊരു വലിയ വേദി രാഹുലിനെ നിഷേധിച്ച് ജനശ്രദ്ധ കുറഞ്ഞ സ്കൂൾ മൈതാനങ്ങളിലേക്ക് പരിപാടി മാറ്റാൻ ഉദ്യോഗസ്ഥരെ വിട്ട് ബി.ജെ.പി സമ്മർദ്ദം ചെലുത്തുന്നത്. ഭരണകൂടത്തിന്റെ ഈ വില കുറഞ്ഞ തടസ്സപ്പെടുത്തലുകൾ കൊണ്ടൊന്നും രാഹുൽ ഗാന്ധിയുടെ യാത്രകളെയോ രാജ്യങ്ങളുടെ യുവാക്കളുടെ പ്രതികരണങ്ങളെയോ തടഞ്ഞു നിർത്താൻ കഴിയില്ലെന്ന് കോൺഗ്രസ് ഇതിനകം വ്യക്തമാക്കിയിട്ടുണ്ട്. രാജ്യത്തെ നശിപ്പിക്കുന്ന ഭരണകൂട കൊള്ളയ്ക്കെതിരെയുള്ള വിദ്യാർത്ഥികളുടെ ഈ ഗൂഞ്ച് അഥവാ മുഴക്കം ഡെറാഡൂണിന്റെ മണ്ണിൽ ഉയർന്നു കേൾക്കുക തന്നെ ചെയ്യും. എത്ര കണ്ട് വേട്ടയാടിയാലും രാജ്യത്തെ കോടിക്കണക്കിന് യുവാക്കളുടെ ശബ്ദമായി രാഹുൽ ഗാന്ധി മുൻനിരയിൽ തന്നെ ഉണ്ടാകും.